നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർ മയാമിയുടെ ഏഷ്യൻ ടൂറിൽ അവസാനത്തെ മത്സരം ഇന്ന് നടക്കുകയാണ്. ടോക്കിയോയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 കളിയുള്ളത്. ലിയോ മെസ്സി കളിക്കുമോ എന്നുള്ളതാണ് ഇന്റർ മയാമിയുടെ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. ഇന്നലെ അദ്ദേഹം ട്രെയിനിങ്ങിൽ പങ്കെടുത്തിരുന്നു. ആ ട്രെയിനിങ് നടത്തിയതിന് ശേഷം എന്താണ് കാര്യങ്ങളെന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് താൻ കളിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് ട്രെയിനിങ്ങിന് മുമ്പുള്ള പ്രസ് കോൺഫറൻസിൽ മെസ്സി പറഞ്ഞിരുന്നു. എന്തായാലും ട്രെയിനിങ് അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട്. മെസ്സി ഇന്ന് കളിക്കുമെന്ന തരത്തിൽ തന്നെയാണ് സൂചനകൾ. ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെങ്കിലും ജപ്പാനിൽ അദ്ദേഹം കളിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. മെസ്സി തന്നെ പറഞ്ഞിരുന്നു തനിക്ക് അവസാന മത്സരം, ഈ പ്രീ സീസൺ ടൂറിലെ അവസാന മത്സരം കളിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്റർ മയാമിയുടെ പ്ലേയിങ് 11 ഇപ്പം TYC സ്പോർട്സ് പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു പ്രോബിൾ ലൈന് പുറത്തുവിട്ടിട്ടുണ്ട്. അത് പരിശോധിക്കുകയാണ്. കാർലോസ് ദോസ് സാൻഡസ്, പിന്നെ ഡിയാൻഡ്രെ എഡ്ലിൻ, തോമസ് അവിലസ്, ക്രിസ്റ്റോവ് നോഹലൻ, ഡേവിഡ് റൂയിസ്, ജോർഗെ, ലോസൻ സണ്ടർലാൻഡ്, ഹുലിയൻ ഗ്രസല്, ലയണൽ മെസ്സി ഓർ റോബ് ടൈലർ. അവിടെയാണ് ഒരു സംശയമുള്ളത്. മെസ്സി ഫിറ്റ് ആണെങ്കിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ റോബ് ടൈലർ ആയിരിക്കും. അതല്ലെങ്കിൽ ലിയോ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വരും. ദെൻ ലൂയി സുവാരസ് ഓർ ലിയനാർഡോ കമ്പാന. അവിടെയും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു പക്ഷേ മെസ്സിയും സുവാരസും സ്റ്റാർട്ട് ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. അല്ലെങ്കിൽ രണ്ടുപേരും സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങാനുള്ള സാധ്യതയും കാണുന്നു എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ചുരുക്കത്തിൽ മെസ്സി ഇന്ന് കളിക്കാൻ തന്നെയാണ് സാധ്യത. അത് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെങ്കിലും കാണാൻ കഴിഞ്ഞേക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.